മക്കളെ അസ്സലാമലൈക്കും. ഉറക്കാണ് മക്കളെ. ഇത്രയും പ്രായമായില്ലേ, ചിലതൊക്കെ ഓർമ്മ വരും, ചിലതൊക്കെ പറഞ്ഞിരിക്കും, ചില മറന്നു പോകും. പ്രായമായതല്ലേ, വലിയ ഓർമ്മ ഒന്നുമില്ല. ആ കാരണമാണ് മറക്കുന്നത്. എനിക്ക് എൻ്റെ ഉപ്പക്ക് കരിമ്പൂന്തോട്ടം ഉണ്ടായിരുന്നു. കരിമ്പൂന്തോട്ടത്തിൽ എൻ്റെ ഉപ്പ കരിമ്പ് വെട്ടാൻ ആളാക്കണം, കരിമ്പ് വെട്ടും, പിന്നെ ചെറിയ ആട്ടും, കരിമ്പാട്ടും, ആലയിൽ ഇതൊക്കെ ചക്ക ആട്ടണൊക്കെ ഉപ്പാണ്, ശർക്കര ഉണ്ടാക്കാനൊക്കെ. അപ്പോൾ അതിൽ ഒരേ പാട്ടൊക്കെ പാടും. ഇപ്പോൾ പാട്ട് പാടും. ആ പാട്ട് പാടണൊക്കെ ഞങ്ങളും കേൾക്കും. അങ്ങനെ ഒരു ദിവസം ഇപ്പോൾ കരിമാട്ടൽ കഴിഞ്ഞിട്ട് ഇവരെ സാധനങ്ങളൊക്കെ വെക്കണ ഒരു കടയുണ്ട്. ആ കടയിൽ ഒന്നിങ്ങനെ കിടക്കുകയാണ്. കുളിയെല്ലാം കഴിഞ്ഞ് മുറുക്കലൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ ഇതൊക്കെ ഉപ്പ പറഞ്ഞതാണ് കേട്ടാ, നമുക്കറിഞ്ഞൂടാ, ഇപ്പം ഞങ്ങളോട് പറഞ്ഞാണ്, ഞങ്ങൾ മേടിച്ച്. അപ്പോൾ ബെഞ്ചെടുത്തിട്ട് പുറത്തിട്ടിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പം ഇവിടുന്ന് ലക്ഷി വന്നിട്ട് ലക്ഷി വരുന്നത് ഇപ്പം കണ്ടു. ഇപ്പം ഉറക്കത്തിലായി. ലക്ഷി വരുന്നത് ഇപ്പം കണ്ടു. അമ്പലത്തിൽ നിന്ന് ലക്ഷി വരുന്നു. വാതോറ അമ്പലത്തിലേക്കാണ് ലക്ഷി പോകുന്നത്. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ഇപ്പം പടരിയത്ത് വന്നിട്ട് വിളിക്കുകയാണ്, മൂസാപ്പിള ഇറങ്ങുക, മൂസാപ്പിള വിളിച്ചേ, ഓഫ വന്നിട്ടുണ്ട്, എനിക്ക് ഇച്ചിരി തൈല് ശർക്കരയും തൈലൊക്കെ വേണം. മൂസാപ്പിള വിളിക്കണില്ലേ? ഇങ്ങനെ വിളിച്ചുപ്പാനെ ശല്യപ്പെടുത്തിയ ഉപ്പാടെ കയ്യിൽ എപ്പോഴും പിഷാങ്കത്തി, ചെറിയ പിഷാങ്കത്തി ഉണ്ടാവും. ആ പിഷാങ്കത്തി ഇങ്ങനെ പതുക്കനെ ഇങ്ങനെ കളഞ്ഞിട്ട് എടുത്ത് ഉപ്പ നിർത്തി ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ താഴത്ത് ഇങ്ങനെ കുത്തി വെച്ച് കുത്തിയപ്പോൾ ഇവള് ചീത്തയും പറഞ്ഞ് ഉപ്പാനെ ചീത്തയും പറഞ്ഞ് പെറുപെറുവെന്ന് പറഞ്ഞിട്ട് ഇവള് പോയി. ഇവൾക്ക് ഒന്നിനും പറ്റണില്ല, ഇവിടെ കുത്തി നിർത്തിയില്ലേ, അങ്ങനെ പോയി. അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ വിളിച്ചു കൊണ്ടുപോയിട്ട് വല്ല പുഴയില, ആറ്റില്ല, വല്ല തോട്ടില്ല എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് കൊല്ലും. അങ്ങനെ അത് കഴിഞ്ഞ് ഇപ്പം ഞങ്ങളോട് വന്ന് ഇതൊക്കെ പറഞ്ഞ് ഇപ്പം ഞങ്ങളൊക്കെ പേടിച്ച്. ഇപ്പം ഞങ്ങളോട് പറഞ്ഞ് ആരും വന്ന് വിളിച്ചാലൊന്നും പുറത്തിറങ്ങരുത് കേട്ടാ, ലക്ഷി നടക്കണുണ്ട്, ലക്ഷി ഇങ്ങനെ പോകും. അപ്പം ലക്ഷിയുടെ മുടി ആണെങ്കിൽ ഇവിടെ കിടക്കുമ്പോൾ പുറമല്ല, ഉള്ളിൽ കാണൂലില്ല, ഉള്ളിൽ മുടിയല്ലേ, മുടി ഇങ്ങനെ നടക്കും. അങ്ങനെ ഒരു ദിവസം അത് കഴിഞ്ഞ ഒരു ദിവസം പിന്നെ എൻ്റെ വല്യപ്പന്ന് അരിയൊന്നും കിട്ടില്ല, കരിഞ്ചന്തയാണ് അരിയും ചോറൊന്നുമില്ല, അരി കിട്ടാനൊക്കെ പണിയാണ്. അപ്പം എൻ്റെ വല്യപ്പ പിന്നെ ഒരു വിലയെ വിളിച്ച് അങ്ങാടിക്ക് പോയപ്പോൾ ഒരു ചെറിയ ചാക്ക അരി എടുത്ത്. വല്യപ്പ ഭയങ്കര സാധനമാണ്, ഭയങ്കര നിന്നിട്ട് ഒരു കാലുമ്പോൾ അങ്ങനെ നിന്നിട്ട് മിനിറ്റൊക്കെ ആധാരം ഉണ്ടാക്കും, അത്ര രുക്തി കൂടിയ ആളാണ്. അരി മേടിക്കുന്നുണ്ടോന്ന് ഏറ്റി ഇവൻ്റെ തലയിൽ വെച്ച് കൊടുത്ത്. അന്നത്തെ റോഡൊന്നും ഇല്ലല്ലോ, ബസ്സും വണ്ടിയൊന്നുമില്ല, ഒക്കെ ചുവന്ന് കൊണ്ടിരണം, തലക്ക് ചുവന്ന് കൊണ്ടിരണം. അപ്പം അങ്ങാടിയിൽ നിന്ന് പറയുമ്പോൾ നമ്മളെ വീടും അങ്ങാടി കുറച്ച് ദൂരമുണ്ട്, ദൂരെയാണ്, നടന്ന് വരണം. അങ്ങനെ ഇവനെ തലയിൽ വെച്ച് കൊടുത്ത് ഇവന് ഇതുമായിട്ട് ഞാൻ നടന്ന് വല്യപ്പ മുമ്പിലും ഇവൻ പിന്നിലും ആയിട്ട് കുറേ നടന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞ്, പിന്നെ മുതലാളി എനിക്ക് വയ്യ മുതലാളി, പിന്നെന്തോ കടിച്ച് മുതലാളി, മുതലാളി എൻ്റെ തല തുറക്കണം, തല കറങ്ങണം മുതലാളി. അപ്പോൾ വല്യപ്പാക്ക് മനസ്സിലായി ഇവനെ പാമ്പ് കടിച്ചിട്ടുണ്ടെന്ന്, അതാണ്. അപ്പോൾ വല്യപ്പാടെ അതിലുണ്ട്, അന്ന് എല്ലാവരുടെ കയ്യിലും പിഷാങ്കത്തി ഉണ്ടാവും, സകലമല്ല. അപ്പോഴും പിഷാങ്കത്തി നിർത്തി ഇങ്ങനെ പിടിച്ചിട്ട്, നീ മുണ്ടിപ്പോയാൽ നിന്നെ ഞാൻ ഇതുകൊണ്ട് അറുത്ത് കൊല്ലും,
അനങ്ങാതെ എൻ്റെ ഐരിയും ചാക്ക് കൊണ്ടുപോയി എൻ്റെ മുറ്റത്ത് ഇറങ്ങി നിൽക്കുക. അല്ലെങ്കിൽ പിന്നെ ഇത്രയും വില പിടിച്ചിട്ട് കിട്ടാത്ത ഐരിയല്ലേ. കരിഞ്ചന്തക്ക് പോലീസൊന്നും കാണാൻ പാടില്ല. കട്ടുകൊണ്ടുവരുന്ന രാത്രി പാതിരാക്ക് പോയിട്ട് തീർച്ചയായും മാപ്പിളാരെ കയ്യിൽ നിന്നാണ് മേടിച്ചുകൊണ്ട് വരുന്നത്. അപ്പം ഇപ്പം പേടിച്ച് അന്നൊക്കെ എല്ലാവർക്കും പേടിയാണ്. പേടിച്ച് കിറിഞ്ഞിടിച്ച് അങ്ങനെ നടന്ന് വെള്ളവും വരമ്പും പാടത്തെ കൂടെയും മരുമത്തെ കൂടെയൊക്കെയാണ് വരുന്നത്. പാടവും വെള്ളമൊക്കെയാണ്. നടന്ന് 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 അങ്ങനെ വന്ന് കുറേ ഇത് നടന്നപ്പോൾ അപ്പോൾ പറഞ്ഞു, മുതലാളി എനിക്ക് വയ്യ മുതലാളി, എനിക്കിതെൻ്റെ കണ്ണും തലയൊക്കെ ചുറ്റണ്, ഞാൻ പൂട് പോകുന്നു, പിന്നെ ഞാനിപ്പോൾ കൊല്ലുവടാന്നും പറഞ്ഞ് ഭിക്ഷാങ്കത്തി ഇങ്ങനെ ഊങ്ങി. അതോടുകൂടി എനിക്ക് പേടിയായി. പേടിച്ച് പിന്നെ ഇവൻ നടന്നു. നീ എൻ്റെ ഒപ്പം നടന്നോളാം, എൻ്റെ ഐരിയും ചാക്കിട്ട്. അങ്ങനെ വലിയപ്പോൾ ഇത് പറയണ എന്തിനാണെന്ന്, അവനെ കൊല്ലാനല്ല, പാമ്പ് കടിച്ചതല്ലേ. അപ്പം പാമ്പ് ഭാരമല്ല തലയിലിരിക്കണേ. അപ്പം വിഷം ഇങ്ങനെ കയറി കയറി അരിമേലേക്ക് കയറും. ഇവനെ രക്ഷപ്പെടുത്താനാണ് പറയണത്, അല്ലാണ്ട് ഇവനെ കൊല്ലാനും അരി കിട്ടാനും അല്ല. അരി പോയാലും വേണ്ടിയില്ല, ഇവൻ്റെ ജീവൻ കിട്ടുമല്ല എന്നും പറഞ്ഞിട്ടാണ് ഭിക്ഷാങ്കത്തി നിർത്തണത്. അപ്പോൾ എനിക്ക് പേടിയാവും. അങ്ങനെ പേടിച്ച് പേടിച്ച് വന്ന് എന്നിട്ട് പറയണു, ആ പാടത്ത് ഒരു പാടത്തിൻ്റെ വരമ്പ് കഴിഞ്ഞാൽ പറമ്പിലേക്ക് കയറാം, എല്ലിപ്പാട വീട്ടിലേക്ക് കയറാം. അപ്പോൾ ഞങ്ങളൊക്കെ ചെറുപ്പം, ഞാൻ എൻ്റെ ഉമ്മയൊക്കെ ഉണ്ട്, ഒക്കെ ചെറുപ്പമല്ലേ. അപ്പോൾ ഇങ്ങനെ പറമ്പിൽ കയറി മുറ്റത്തേക്ക് വന്നപ്പോൾ പറഞ്ഞു, ഇപ്പം എങ്ങനെ ഉണ്ടടാ? ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല മുതലാളി, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഇപ്പം എനിക്ക് അതൊക്കെയൊന്നുമില്ല. എന്നാൽ ഈ ഐരിയും ചാക്ക് അവിടെ മുറ്റത്ത് കുത്തുമെന്ന് പറഞ്ഞു. ഐരിയും ചാക്ക് മുറ്റത്ത് കുത്തി. ഇപ്പം നിനക്കൊന്നുമില്ല. ഇല്ല, എനിക്കിപ്പോൾ അതൊക്കെയൊന്നുമില്ല, തല ഒന്നും കറങ്ങണില്ല. ഇല്ല, എനിക്ക് തല ഒന്നും കറങ്ങണില്ല മുതലാളി. അങ്ങനെ ഐരിയും ചാക്ക് കത്തിക്ക് ഇങ്ങനെ കൊണ്ട് പൊളിച്ചപ്പോൾ വെറും കരിനീലം മാതിരി ഐരി. നീലം. എടാ, നിന്നെ രക്ഷിച്ചത് ഞാനാണ്, നിന്നെ കൊല്ലാനല്ല ഞാൻ കത്തി എടുത്തത്. നിന്നെ പേടിച്ച്, നീ എന്നെ പേടിച്ചിട്ട് ഈ വിഷം നിന്നെ പാമ്പ് കടിച്ചതാണ്. പാമ്പ് കടിച്ച വിഷമാണ് എനിക്ക് കയറിയിട്ട് സൂക്കേടുകളൊക്കെ ഉണ്ടായ. അപ്പോൾ അതിന് നീ ഐരിയും ചാക്ക് താഴത്തിടാതെ, വലിയപ്പാന് വലിയ പേടിയാണ്, താഴത്തിടാതെ നീ ചുവന്ന് കൊണ്ടുവരണം. നിറച്ച് പറഞ്ഞ് നടന്ന്. അപ്പോൾ കണ്ട, ഇതാണ് നിന്നെ ഞാൻ രക്ഷിച്ചത്. അപ്പോൾ നിനക്ക് നീ ഇതില്ല, ഇപ്പം നീ മരിക്കില്ല. ഈ വിഷമൊക്കെ അതേ അരി, എൻ്റെ അരി വഹിക്കോട്ടെ, ഒരാൾ രക്ഷപ്പെട്ടില്ലേ. അപ്പോൾ അരി അങ്ങനെ അവനെ കൊണ്ട് തന്നെ പറമ്പിൽ വല്ലാത്ത കുഴി, ഭയങ്കര തക്കിയിട്ട് വിഷമല്ലേ അത്. ബാക്കിയുള്ളവർക്ക് പറഞ്ഞില്ലേ, ഒരാൾ രണ്ടാൾ സഹായിച്ചിട്ട് കുഴി അങ്ങോട്ട് കുത്തി, വലിയ കുഴി കുത്തിയിട്ട് ആ കുഴിയിലിട്ട് മൂടി രക്ഷപ്പെട്ട്. അങ്ങനെ അവനെ രക്ഷപ്പെടുത്തി. ഇതൊക്കെ കഴിഞ്ഞ് അവനിക്ക് 2 അണയും കൊടുത്ത് അവനെ പറഞ്ഞയച്ച്. 2 അണയെന്ന് കൊടുത്തത്. അവൻ പോയി. പിറ്റേന്ന് ഇങ്ങനെ കഴിഞ്ഞ് വലിയപ്പോൾ ഇതൊക്കെ എല്ലാവരോടും ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ സംഭവം ഉണ്ടായി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്നു. ഇപ്പോൾ കരിമ്പാട്ടലൊക്കെ കഴിഞ്ഞ് ഇപ്പം വരും. അറിയാം.